അങ്ങനെ ഗോവയിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസം ലോറ്റലിം എന്ന വില്ലേജിലാണ് ഇന്നത്തെ യാത്ര. വൈകിട്ട് ട്രെയിൻ കയറുന്നതിന് മുമ്പ് ഈ വില്ലേജ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു ഹോം മെയ്ഡ് ബേക്കറിയാണ്, ജില ബേക്കറി. ഇതൊരു വീടാണ്, ഇവിടെ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഈ എക്ലേസ് വായിൽ അലിഞ്ഞു പോകും, അത്രയ്ക്കും ഗംഭീരം. ഒരു സ്വീറ്റ് ടൂത്ത് ഉള്ള ഏതൊരാൾക്കും പറ്റിയ ഒരു കിഡ്ലൻ സ്പോട്ട്. ഉച്ചയ്ക്ക് പോയത് ഹോട്ടൽ ധർമ്മുവിലേക്കാണ്, ഒരു പക്ക ലോക്കൽ ഗോവൻ താലി കിട്ടുന്ന ഹോട്ടൽ. ഹോട്ടലിന്റെ 200 മീറ്റർ അകലെ നിന്ന് ഒരു മീൻ വറുത്തതിന്റെ മണം കിട്ടും. ഇവിടെ ഊണ് മാത്രമേ ഉള്ളൂ, വേറെ ഐറ്റം ഒന്നുമില്ല. ഞങ്ങൾ 3 ഫിഷ് താലി പറഞ്ഞു. മീനെല്ലാം നല്ല ഫ്രഷ് ആണ്, പിന്നെ നമ്മുടെ നാട്ടിലായിരിക്കും. അങ്ങനെ ഒരു ഗംഭീരൻ ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി. കുറച്ചു നേരം അവിടുത്തെ വീടുകളും ആർക്കിടെക്ചറൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടന്നു. വൈകിട്ടോടെ മഡ്ഗൗൺ എത്തി. മഡ്ഗൗണിൽ അത്യാവശ്യം ഫേമസ് ആയ ഒരു ഹോട്ടലാണിത്, പ്രീതി. ഇവിടുത്തെ ചായയും സ്നാക്സും എല്ലാം കഴിക്കാൻ വമ്പൻ തിരക്കാണ്. വീഡിയോ എടുക്കാൻ ചൂട് ചായ കുടിച്ച ഡിജോയുടെ ചുണ്ട് ചെറുതായിട്ടൊന്ന് പൊള്ളി. അവിടുന്ന് നേരെ പോയത് ഒരു ബേക്കറിയിലേക്കാണ്, ദി ഗോവൻ കിച്ചൺ. മറ്റു കടകളിലെ അപേക്ഷിച്ചിട്ട് ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഇവിടുത്തെ കിച്ചണിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഗൂഗിളിൽ വൻ റിവ്യൂ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് വളരെ ശരിയാണെന്ന് എനിക്കും തോന്നി. ഇതാണ് ബെബിങ്ക, ഒരു ഇൻഡോ പോർച്ചുഗീസ് ക്വിസീനാണ്. തേങ്ങയും മുട്ടയും ഒക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. കൂടാതെ ഡൊഡോളും കരിക്ക് പുഡിങ്ങും കുറേ ഐറ്റംസ് വേറെയുണ്ട്. ഞങ്ങൾ കുറച്ച് ബിബിങ്കയും വാങ്ങി നേരെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. രാവിലെ 10 മണിയോടെ ആലുവിലെത്തി. കുറേ നാളായി ഓട്ടോയിൽ പോയിട്ട്. ഒരു ഓട്ടോയും പിടിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ശരി, ഓട് ഇസ്ലാമിക്.